അത് ഉരുൾപൊട്ടൽ ഒരു അല്ല, എന്തൊരു ഗർജിക്കും പോലത്തെ ഒരു സൗണ്ട്. എനിക്ക് പേടി. അങ്ങോട്ട് ആരെങ്കിലും ഉണ്ടോ? സൗണ്ട് കേൾക്കുന്നു. പെട്ടെന്ന് വാ. അത് നോക്ക്, കുത്തി ഒലിച്ചു പോകുന്നുണ്ടോ ആ സൈഡിൽ കൂടെ? ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നീ പോകുന്നത് കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. കോട്ടയം ജില്ലയിലെ തീക്കോയി ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടോ ഇവിടെ ചെറിയൊരു മലയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന കുഞ്ഞു. അതെ, എന്ത് നല്ല വെള്ളം, കണ്ണീര് പോലെ നല്ല വെള്ളം. വലിയ തേക്ക് മരം. കഴിക്കാൻ പ്ലേറ്റിലായിരുന്നെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു മലയാണെന്ന് തോന്നി ഇല്ലിക്കൽ കല്ല് വരുന്നുണ്ടല്ലോ. അച്ഛൻ്റെ കൂടെ നമ്മള് മാസത്തിൽ ഒരു പ്രാവശ്യം പോത്രച്ച് വാങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഇതേപോലെ ഈ തേക്കിന്റെ ഇലയിലാണ് ഇതിനെ പൊതിഞ്ഞു തരുന്നത്. അപ്പൊ അതിലാ കൊണ്ടുവരുന്നത്. കപ്പയും നല്ല പോത്തുകറിയും. നോക്കടി മരവാഴ, വാഴ ടൂല വാഴ കാണുന്നുണ്ടോ? വാഴ നീ നല്ലപോലെ എന്തോ തിന്നു. ആനയാണോ? കണ്ടിട്ടല്ലേ കുഴിയിലോട്ടൊക്കെ ഇഷ്ടം പോലെ. ആന ഇവിടെ കാണാമേ. ഒറ്റ മനുഷ്യരില്ല കൈസ് ഇവിടെ. ഒറ്റ മനുഷ്യരില്ല. ആന എങ്ങാനും വരുമോന്നാ പേടി. ഏതോ ഒരു പ്രേതാലയത്തിന്റെ ഗേറ്റ് പോലെ ഒരു ഗേറ്റും ഉണ്ട്. ആ ഗേറ്റ് വർഷങ്ങളായിട്ട് തുറന്നിട്ടില്ല. അതിൽ കാടും പടപ്പൊക്കെ. ഒരു മയിൽക്കുറ്റിയിൽ എന്താണ് എഴുതിയേക്കുന്ന പോലും കാണാനില്ല കേട്ടാ. മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ഇരുട്ടായിരിക്കും അല്ലേ? ഇപ്പോ സമയം എന്ന് പറയുന്നത് 11:15. ഓക്കെ, ഈ ഒരു ഭാഗത്ത് എന്ത് തണല്, താഴേക്ക് കാണണം. താഴെ നല്ല വെയിലും. എനിക്ക് നല്ല പേടി. ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ആ വാട്ടർഫോളും കണ്ടങ്ങ് പോയാ മതി. ആരെയും കാണുന്നില്ലല്ലോ ഇങ്ങോട്ടൊന്നും. താഴെയായിട്ട് കണ്ടോ നിറയെ വീടുകളും. ഇപ്പൊ നോക്കി എന്തോരം പൊക്കത്തിലാ നമ്മൾ നിക്കുന്നേന്ന് നോക്കിയേ അല്ലേ. മയിൽക്കുറ്റി ഉണ്ട്. അല്ലെന്താ എഴുതിയേക്കുന്ന നോക്കിയേ. മാർമല അരുവി. 2.5 കിലോമീറ്റർ അല്ലേ? മയിൽക്കുറ്റിയല്ല, അപ്പൊ അത് കിലോമീറ്റർ കുറ്റിയാണ്. ഒരുപാട് മലനിരകളുടെ നടുവിലൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൂരെയായി കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. പ്രകൃതിയും പച്ചപ്പും ഓഫ് റോഡും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും പറ്റിയ ഒരു സ്ഥലമാണിത്. അതായിരിക്കും അവരുടെ ആ ചെക്ക് പോസ്റ്റ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞത്. അതാണോ? ഞാൻ നോക്കാം. അതെന്തോ മെറ്റീരിയലിന്റെ. ഇവിടെ കുഴിയാണ് റൈറ്റ് സൈഡില്. മുന്നേ പോയ ഒരു വാട്ടർഫോളും കണ്ടു വരുന്നുണ്ട്. ഇനി ആ ഒരു ടേണിങ്ങും കൂടെ കഴിഞ്ഞാല് ഇനി ഒരു 1 കിലോമീറ്റർ അല്ലേ? 1.5 കിലോമീറ്ററേ ഉള്ളൂ. 1.5 കിലോമീറ്റർ അല്ലേ? പോകുന്ന വഴിയുടെ ഇരുവശത്തായിട്ട് റബ്ബർ എസ്റ്റേറ്റും കൂറ്റൻ മരങ്ങളും മലനിരകളും വള്ളിപ്പടർപ്പുകളും കാടും മുഴുവൻ നിറഞ്ഞതാണ്. എവിടേക്ക് നോക്കിയാലും നിറയെ പച്ചപ്പ് മാത്രം. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പച്ച പുൽ മെത്ത വിരിച്ചതുപോലുണ്ട് കാണാൻ. ഒരുപാട് പേടി നിറഞ്ഞൊരു യാത്രയായിരുന്നു ഇത്. കാരണം മുന്നോട്ട് ഇനി എന്താ ഉള്ളതെന്ന് പോലും നമുക്ക് അറിയില്ലല്ലോ. ഈ കാട്ടിനിടയ്ക്ക് ഇവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് എല്ലാം ഉണ്ടല്ലോ സംഭവം. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകത്തില്ല. ഒരു ഷോപ്പ് ഉണ്ട്. പള്ളി പടന്നിരിക്കണ. ഇത് 90 ഡിഗ്രി കുന്നു. സത്യം അല്ലേ? ഭയങ്കര സ്റ്റീപ്പ് ആയിട്ടുള്ളതല്ലേ? 90 ഡിഗ്രി കുന്നാണ്. ഇത് എപ്പോഴും ഇടിച്ചിട്ട് നോക്ക്. തന്നെ ഏറ്റവും മുകളിൽ നോക്ക്. ഏറ്റവും മുകളിൽ 90 ഡിഗ്രി 100 ഡിഗ്രി 90 ഡിഗ്രി നോക്ക്. ആ മരമൊക്കെ എങ്ങനെ നിക്കണ അവിടെ. ആ തൊഴിലുറപ്പുകാർ ചേച്ചിമാരുള്ളതുകൊണ്ട് ഇവിടെ 2 സൈഡ് വെട്ടിയിട്ട, അല്ലെങ്കിൽ ഫുൾ കാടായിരുന്നു കേട്ടോ. പക്ഷെ ഇടയ്ക്ക് മുറയ്ക്കും ഇവിടെ 2-3 പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇത്രയും നല്ല സ്ഥലങ്ങളും പ്രകൃതി രമണീയമായ സ്ഥലത്തൊന്നും ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും കൊണ്ടിടാതിരിക്കാൻ നമ്മൾ വായിക്കും. അവിടെ ഒരു മർമല അരുവി 0.5 അര കിലോമീറ്ററേ ഉള്ളൂ. അതെ, കുറച്ച് വണ്ടികളൊക്കെ പറഞ്ഞ ആരുമില്ലാന്ന്. അപ്പൊ ഇവിടെ ആ തണലത്ത് വണ്ടി ഇട്ടാൽ കുറച്ച് നല്ല ഉപകാരമായിരുന്നേ. അപ്പം നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനായ മർമല വാട്ടർഫോളിനടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒരു 400 മീറ്റർ കുറച്ച് നടക്കാനുണ്ട്.
ഇവിടെ പ്രത്യേകിച്ച് പാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു റോഡ് ഇവിടെ തന്നെയാണ് അവസാനിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് നമുക്ക് വാട്ടർഫോൾ കാണാൻ സാധിക്കും. കയറി വരുന്ന വഴിയിൽ തന്നെ ആയിട്ട് ടോയ്ലറ്റ്സിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ കഴിവതും ഇവിടെ ഇടാണ്ടിരിക്കാൻ ശ്രമിക്കണം. കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഒരു 30 രൂപയുടെ ഒരു പാസ് എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. കിലോമീറ്റർ അല്ല 400 മീറ്റർ കിലോമീറ്റർ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. തണലുണ്ടല്ലേ? ഇപ്പൊ ഒരു ആന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആന വന്ന ഒന്നും നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട, ആനയായിട്ട് എല്ലാം ചെയ്തിട്ട് വെക്കോളും. ഇങ്ങോട്ട് മഴയില്ലാത്തത് കൊണ്ട് ബട്ടർഫ്ലൈ ഇവിടെ തറ നോക്കിക്കോണേ. പാമ്പ ഉണ്ടോ? പാമ്പ ഇല്ല. പക്ഷെ എന്തായാലും തൊഴിലുറപ്പിലെ ചേച്ചിമാരൊക്കെ നല്ലോണം ക്ലീൻ ആക്കി ഇട്ടത് കൊണ്ട് വഴിയൊക്കെ നല്ലോണം കിടപ്പുണ്ട്. ശരിയാ, നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നേ എന്തോ കാടായിരുന്നു തോന്നുന്നു കേട്ടോ. ഇപ്പൊ എന്ന് വെട്ടിയിട്ടുള്ളൂ, കാട് ജസ്റ്റ് ഉണങ്ങിയിട്ടുള്ളൂ. അതെ, തേക്കല്ലോ മക്കളെ. ഇതാണ് ഈറ ഈറ്റ എന്നൊക്കെ പറയും. ഇതുകൊണ്ട് ഇത് ആനക്ക് ഇഷ്ടമുള്ള സാധനം അറിയോ? അയ്യോ, അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തല്ലേ കൂടുതൽ ആന വരുന്നത്. ഇതോടടുത്ത് ഇതാണ് ആനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അത് ഉരുൾപൊട്ടലോ? എന്തോ ഒരു ഗർജിക്കും പോലത്തെ ഒരു സൗണ്ട്. എനിക്ക് പേടിയാണ്. അത് വെള്ളത്തിന്റെ അടി. ആനയുടെ പോലെ സൗണ്ട് കേട്ടെ. എനിക്ക് പേടി. അങ്ങോട്ട് ആരെയൊക്കെ ഉണ്ടോ? ഇൻ കേസ് ആന വന്നു കഴിഞ്ഞാല് പൊന്നൂനെ ഞാൻ എടുക്കും കേട്ടോ. മാളൂനെ നീ എടുക്കുക, ഇവിടെ തോട്ടോട്ടെല്ലാം എടുത്തിട്ട് പെട്ടെന്ന് ഓടിക്കോളാം കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആനയുടെ സൗണ്ട് പോലെ അല്ല ഈ പുലിയും സിംഹത്തിന്റെ ഒക്കെ. എന്താണെന്നറിയോ, അത് വെള്ളം വന്ന് വീഴുന്നതാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക്. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു വഴിയുണ്ട്. ആര് പറഞ്ഞു? വെള്ളം പോണ വഴി കണ്ടാണ്. അതുവഴി ഇറങ്ങിയൊന്നും പോകില്ല, ചത്തോ. അല്ല, ഇതുവഴി ഇങ്ങനെ വേണം ഇറങ്ങി പോവാൻ കേട്ടാ. ആർക്ക്? ഇടി വെള്ളം വന്ന് മല വെള്ളം കൊണ്ട പോണ വഴിയാ. നീ ഇറങ്ങിയൊന്നും പോകില്ല, ചത്തുപോട്ടാ. ബാത്തിങ് ഏരിയ. ഇതുവഴി താഴോട്ട് പോയാൽ കുളിക്കാനൊക്കെ പറ്റും അല്ലേ? ഇത് 100 മീറ്ററേ ഉള്ളൂ. അല്ല, ഞാനൊരു ഇപ്പൊ നമുക്ക് ഏത് സൈഡാണ് പോവേണ്ടത്? ഇവിടെ ഈ സ്ട്രൈറ്റ് പോവാം. വെള്ളച്ചാട്ടം ഏരിയയിൽ പോവാം. വെള്ളച്ചാട്ടം കണ്ടിട്ട് വന്നിട്ട് ബാത്തിങ് ഏരിയയിൽ വേണമെങ്കിൽ പോയി കുളിച്ചിട്ട്. ഏട്ടാ, ഇവിടെ മറ്റേ അട്ട കാണുമോ? മറ്റേ ബ്ലഡ് കുടിക്കുന്ന അട്ട. ഇത് കാണൂലടി. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കാറിൽ ചെല്ലുമ്പോഴത്തേക്ക് കാറിൽ വെച്ചുമ്പോഴത്തേക്ക് കാണും. എനിക്ക് കാണൂല. എനിക്ക് ഏറ്റവും പേടി അതാണ്. തൂവലത്. തൂവലല്ല, പുഴുവാ. പുഴുവല്ല, അനങ്ങല്ലേ അവൻ. ആട്ടാമ്പുഴു. ഇത് കടിച്ചു കഴിഞ്ഞാലേ ചെറിഞ്ഞു വരും. ഞാൻ നേരത്തെ നമ്മൾ നടക്കുമ്പോഴേ ആന ഒട്ടിട്ട് നമ്മൾ പറഞ്ഞില്ലല്ലോ, ഇത് തൊഴിലുറപ്പില്ല ചേച്ചി ഞാൻ പേടിച്ചാണ് നടക്കുന്നത് അല്ലേ? എനിക്ക് ഏറ്റവും ടെൻഷൻ എന്താണെന്നറിയോ, ആനയാണെങ്കിൽ പിന്നും കുഴപ്പമില്ല ഏട്ടാ. എന്താണെന്നറിയോ, നമുക്ക് ഒറ്റ ഓട്ടത്തിന് അങ്ങ് ഓടാം. പക്ഷെ പുലിയൊക്കെ വന്നാലുള്ള അവസ്ഥയാണ് എന്റെ പേടി. പുലി വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. കാടിന് നടുവിലൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു പേടിയും കൗതുകവും എല്ലാം കൂടി നിറഞ്ഞ ഒരു യാത്ര തന്നെയായിരുന്നു ഇത്. പോകുന്ന വഴിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം നടന്നു പോകാനായിട്ട്. മരങ്ങളിലും ഇലകളിലും തറയിലും ഒക്കെ ആയിട്ട് ഒരുപാട് പുഴുക്കളുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ? അത് ആട്ടാമ്പുഴ നമ്മൾ നേരത്തെ കണ്ടില്ലേ? ഈ ടൈപ്പ് ആട്ടാമ്പുഴ ഈ മരം നിറയുണ്ട്. ഈ താഴെ ഇരിക്കുന്നത് കടിച്ചിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് ഇത്ര ചൊറിഞ്ഞാലും ചെറിയ. അവസാനം നമ്മളത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് മാർമല അരുവി. അയ്യോ, അത് നോക്ക്, കുത്തി ഒലിച്ചു പോകുന്നുണ്ടോ ആ സൈഡിൽ കൂടെ? സത്യം പറഞ്ഞാല് നമ്മുടെ പ്ലാനിലേ ഇല്ലാത്തൊരു സ്ഥലമാണ് അല്ലേ? ഇതുവരെ നമ്മൾ വന്ന വഴി കുറച്ച് വീതി ഉള്ളതായിരുന്നു. ഇനി മുന്നോട്ട് പോകുന്തോറും വഴിയുടെ വീതി കുറഞ്ഞു. ഇനി പോകുന്ന വഴിയെല്ലാം ഒരാൾക്ക് മാത്രം പോകാൻ സാധിക്കുന്ന അത്രയും വീതി മാത്രമേ ഉള്ളൂ. കൂടാതെ സൈഡിലായിട്ട് കുറച്ച് ബാരിക്കേഡുകളും വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒഴിച്ചു പോകണം ഗൈസ്. അല്ലെങ്കിൽ ഒഴിച്ചു പോയില്ലെങ്കിൽ ഈ സാധനം പുറത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങ് എത്തുന്നവരെ ചൊറിഞ്ഞാലും തീരില്ല. കണ്ടോ ഈ ബോർഡ് വെച്ചേക്കുന്നുണ്ടോ? തീക്കോയി ഗ്രാമപഞ്ചായത്തിന്റെ അരുവി കയത്തിൽ ഇറങ്ങരുത്, അപകടമാണ്. ഇവിടെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക, അപായങ്ങൾ ഒഴിവാക്കുക. നമ്മൾ പോകുന്നതെല്ലാം കാപ്പിക്കുരുവിന്റെ
ഇതിന്റെ ഇടയിൽ കൂടെ പോകുന്നത് കണ്ടോ. അതിൽ പുഴുവായിരിക്കും. മഴ പെയ്യുന്ന അതേ ഇനി പുഴു വന്ന് തലയിൽ കൂടെ വീണോ നോക്ക്. ഇല്ല ഇല്ല, ദേ പുഴു ഇരിക്കണം. ഇതാണ് കാപ്പിയുടെ കുരു. ഇതിൽ നമ്മൾ കോഫി ഉണ്ടാക്കണേ. കാപ്പിയുടെ കുരു മഴ പെയ്യുന്നു. കാപ്പിയുടെ കുരു ഇതാണ് കാപ്പിക്കുരു. കാണിച്ചേ മാളു. ഇത് പച്ച. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ വേണം നമുക്ക് നടന്നു പോകാനായിട്ട്. വളരെ ശ്രദ്ധിച്ച് വേണം പോവാൻ, കാരണം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചെറിയ വഴുക്കലുണ്ട്. ഗുഹയ്ക്കുള്ളിലൊക്കെ എല്ലാരും പ്ലാസ്റ്റിക് വേസ്റ്റ് ഇട്ടേക്കാണ്. സൂക്ഷിച്ച് കേറുക. അയ്യോ, എനിക്ക് ലഗേജ് ഉണ്ട്. വിത്ത് ലഗേജ് ആണ് ഞാൻ കേറുന്നത്. നോക്ക് അമ്മേ. കയറിക്കോ പോടാ. വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ഇനി കുറച്ച് ശ്രദ്ധിച്ച് വേണം നടക്കാനായിട്ട്. കുഞ്ഞു കുഞ്ഞു പാറക്കെട്ടുകളുടെ ഇടയിലൂടെ വേണം നമുക്ക് നടന്നു പോകാനായിട്ട്. ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ഒരു മായ ലോകത്ത് വന്ന് എത്തിയതുപോലെ തോന്നും. അത്രയ്ക്കുണ്ട് കാടിൻ്റെ സൗന്ദര്യം കാണാനായിട്ട്. ഗൈസ്, നമ്മൾ മഴയത്താണ് മർമല വാട്ടർഫോൾ കാണാനായിട്ട് പോകുന്നത്. എങ്ങോട്ടേക്കാ വഴിയെന്ന് അറിയില്ല. ഇവിടെ എത്തുമ്പോ ഇങ്ങോട്ടും ഒരു വഴിയുണ്ട്, ഇങ്ങോട്ടേക്കും ഉണ്ട്. ഇതിൽ ഏതിലാ കാണാൻ പോകുന്നത്? കയറി ഒന്ന് വ്യൂ നോക്കിട്ട് വന്നാലോ? അങ്ങോട്ട് പോകാൻ വഴിയുണ്ടോ? ജസ്റ്റ് ഇടം പോയി നോക്കിട്ട് വാ. എടുത്തോട്ടെ. അപ്പോൾ നമ്മൾ പാറക്കെട്ടുകൾ നിറഞ്ഞ കാട്ടുവഴിയിലൂടെ നടന്ന് അവസാനം നമ്മൾ നമ്മളുടെ വെള്ളച്ചാട്ടത്തിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ആക്ച്വലി അത് മഴ ആയിരുന്നില്ല. കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു വെള്ളച്ചാട്ടമാണിത്. 60 അടി ഉയരത്തിൽ നിന്നാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത്. അതുമാത്രമല്ല താഴേക്ക് ഒരു 12 അടി താഴ്ചയുമുണ്ട്. ഇതിന് ബാരിക്കേഡുകൾ വെച്ചേക്കുന്നത് കൊണ്ട് അധികം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ശക്തിയിൽ വരുന്ന ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ചെറിയൊരു മഴ നനഞ്ഞ ഫീലാണ് നമുക്ക്. പെട്ടെന്നായിരുന്നു മഴ പെയ്യാൻ തുടങ്ങിയത്. മഴയത്തുള്ള ഈ ഒരു വെള്ളച്ചാട്ടത്തിനെ കാഴ്ച കാണാൻ ഭയങ്കര മനോഹരമായിരുന്നു. ഞങ്ങൾ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഗുഹയിലേക്ക് കയറിയിരുന്നു. നോക്കൂ ഗൈസ്, നമ്മളൊരു ഗുഹയ്ക്കകത്താണ്. നോക്കൂ, മഴ പെയ്തായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ മഴ പെയ്തപ്പോൾ കയറി നിൽക്കാനായിട്ട്. നോക്ക് ഗൈസ്, നമ്മളിവിടെ എത്തിയത് നല്ല മഴയായിരുന്നു, നല്ല വെയിലായിരുന്നു. നമ്മൾ വന്ന വഴി കണ്ടല്ലോ, നല്ല വെയിലായിരുന്നു. പക്ഷെ ഇവിടെ അടുത്തെത്തിയതും നല്ല തകർപ്പ മഴയായി. പക്ഷെ ഇപ്പൊ വേറൊരു വൈബ് അല്ലേ? പക്ഷെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നിങ്ങൾക്ക് ഞാൻ അപ്പോഴത്തേക്ക് കാണിച്ചു തരാം. ഈ ഒരു വെള്ളച്ചാട്ടത്തിന് വേറൊരു പേര് കൂടിയുണ്ട്, കാടിൻ്റെ മന്ത്രവാദിനി. കാടുകളാൽ ചുറ്റപ്പെട്ട് പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്ന് ആർക്കും ഒരു ഭയം തോന്നുന്ന രീതിയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നത്. സുന്ദരമായ വാട്ടർഫോളാണ്.
അങ്ങനെ കുറച്ചു നേരം നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ ഇരുന്നു. അതിനുശേഷം ഞങ്ങളിതേ തിരിച്ചിറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്തതുകൊണ്ട് തന്നെ വന്ന വഴിയിലെ പാറക്കെട്ടുകളെല്ലാം നല്ല വഴുക്കലായിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇനി ഇറങ്ങി പോവാനായിട്ട്. ഇതിൽ ജമ്പ് കേട്ടോ. നോക്ക്, നമ്മളെ കൃഷ്ണന്റെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഫ്ലൂട്ട് കണ്ടിട്ടില്ലേ? അതൊക്കെ ഇതുകൊണ്ടുണ്ട്. ഓടക്കുഴയിലൊക്കെ ഉണ്ടാക്കുന്ന ഇതുകൊണ്ട് ഈറ കേട്ടോ. പിന്നെ ഫുൾ മഞ്ഞ ബട്ടർഫ്ലൈ അമ്മേ, എന്തോ ഒരു മരം എന്താണ് എന്തോ ഷൂ ആയതുകൊണ്ട് ഇവിടെ എവിടെ മാളുണ്ടോ പറഞ്ഞു മീനുണ്ട്. അയ്യോ വലിയ മീനടി, അത്യാവശ്യം വലിപ്പമുള്ള മീനെ കണ്ട പാച്ചു? അവിടെ കിടക്കുന്നതിന്റെ വലുതിനെ കണ്ടോ? ഇതുകൊണ്ട് അത് പോയടിയാ മീനോട് താവട്ടിറങ്ങി കേട്ടാ. നമ്മളെ കണ്ടവൻ വരാലാണ് കേട്ടാ. നല്ല വഴുക്കലുണ്ടല്ലേ ഇവിടെ ആ പാറയുടെ ഇടയിൽ കറുത്ത ബ്ലാക്ക് മീൻ, മറ്റേ ഹോളിവുഡ് സിനിമ. ആ അതേപോലെ ആ മരങ്ങളും അങ്ങനത്തെ എല്ലാം അങ്ങനെയാണ്. ആ മരങ്ങളൊക്കെ ഉണ്ടോ എല്ലാം അങ്ങനത്തെ. മെയിൻ ആയിട്ട് വേണ്ട മറ്റേ ആ ഒരു വാഴ ടൈപ്പ് അല്ല, മറ്റേ ഒരു കാ കിട്ടുന്ന എന്താ എന്നെ പറയുന്നത്? പിടിയുടെ കാ കിട്ടുന്ന എന്താണ് പേരൊന്നും ചോദിക്കരുത്. ഇവിടെ തന്നെ ഇത് ഫുള്ള് കാപ്പിയുടെ മരങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഫുള്ള്. ഇത് മറ്റേ ആനയുടെ ഫേവറേറ്റ് മരങ്ങളാ. നോക്ക്, ഒലട്ടിയുടെ തൈകളായി നിൽക്കുന്നത്. അപ്പൊ നമ്മള് വീണ്ടും വെയിലത്തേക്ക് എത്തിയിരിക്കുന്നു. മഴയത്ത് നിന്ന് വെയിലത്തേക്ക് എത്തിയിരിക്കുന്നു. വാവ്, ഫുൾ കാടാണല്ലോ. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ആ ചെടി അറിയാമോ? പണ്ട് നമ്മള് കയ്യിലൊക്കെ മറ്റേ മൈലാഞ്ചി പോലെ അച്ചു വെക്കും. ഇതിന്റെ ചെറുതാടി എവിടെയൊക്കെ ഉള്ളത്? ഇത് കാട്ടിലുള്ള ചെടിയൊന്നും, ഇത് വലുതാണല്ലോ. ഇത് മറ്റേ ഹോളിവുഡ് സിനിമ കാണുന്ന പോലെ ഇല്ല. അപ്പൊ ഇവിടെ താഴെ എവിടെയെങ്കിലും കാണും. ഓടിക്കോ. അപ്പൊ വാഗമണ്ണിലേക്ക് പോകുന്നവര് ഈരാറ്റുപേട്ട കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മർമല വാട്ടർഫോൾ എന്നൊരു വഴി കാണുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് വന്ന് കണ്ടു നോക്കുക. അകത്തേക്ക് ഇത്തിരി വരാനൊരു 5 കിലോമീറ്റർ ഉണ്ട്. വഴി നല്ല മോശമാണ്, എന്നാലും കുഴപ്പമില്ല. ഒരുപാട് മോശം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. വരുന്ന വഴിയിൽ ഒരു ചെറിയ കുഞ്ഞു വാട്ടർഫാൾ ഉണ്ട്, അവിടെ ഇറങ്ങി കുളിച്ചിട്ട് വേണമെങ്കിൽ വരാം. ഇവിടെ ഇച്ചിരി വെള്ളം എന്താണ് മഴ ആയതുകൊണ്ട്, എനിക്കൊന്ന് കാടിനുള്ളിലോട്ട് ആയതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ പെട്ടെന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നു അല്ലേ? മഴയുണ്ട് നോക്ക്. ഇവൻ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ മിസ്റ്റിങ് വരെ കയറി വരുന്നുണ്ടോ? ഇതിലേക്ക് വരുന്നവർക്ക് 2 വഴിയുണ്ട്. ഒന്ന് നമുക്ക് നേരെ ഇപ്പൊ നമ്മൾ പോയ ആ ഒരു വ്യൂ പോയിന്റ്, പിന്നെ ഇപ്പൊ കുളിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ വരുന്ന വഴിയിൽ തന്നെ താഴേക്ക് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ള സ്ഥലമുണ്ട്. നല്ല ഉരുളൻ കല്ലുണ്ട്. ശ്രദ്ധിക്കുക, അവര് വരുന്ന സമയത്ത് തന്നെ നമ്മളോട് പറയുന്നുണ്ട് നല്ല ഒഴുക്കുള്ളതാണ്, കല്ലിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല വഴുക്കല്ലുള്ളത് കൊണ്ട് തെന്നി പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണം നമ്മൾ പോകാനായിട്ട്. അപ്പം നമ്മളിനി ബാത്തിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബാത്തിങ് ഏരിയയിലേക്ക് പോകുന്ന വഴികളിലെല്ലാം ഇതുപോലെയുള്ള കുഞ്ഞു കല്ലുകളെല്ലാം പൊങ്ങി നിൽപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു വേണം നടക്കാനായിട്ട്. കല്ലിൽ തട്ടി വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം നമ്മൾ നടന്നതേ അരുവിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുളിക്കാൻ ഇറങ്ങാമെങ്കിലും കുറച്ച് ശ്രദ്ധിച്ച് വേണം നമ്മൾ നിൽക്കാൻ. കാരണം ഏത് നിമിഷവും ഒരു മലവെള്ളപ്പാച്ചിൽ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണിത്. മീനച്ചിലാറിൻ്റെ ഒരു കൈവഴിയിൽ വരുന്നതാണ് ഈ ഒരു മാർമല വെള്ളച്ചാട്ടവും ഈ അരുവിയുമൊക്കെ. കാടിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ ഇവിടേക്ക് തന്നെ വരണം. മർമല വാട്ടർഫോൾ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് വരുന്നത്. അപ്പൊ നമുക്ക് 2 വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ആദ്യത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വാട്ടർഫോളിന്റെ വ്യൂ ആണ് വരുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ അതിന്റെ ആ ഒരു സ്ട്രീം ആ താഴേക്ക് പോകുന്നത് ഒഴുകി പോകുന്നതിന്റെ ബാക്കിയാണ്. പക്ഷെ 2 കാണാൻ നല്ലതാണ്. പക്ഷെ വാട്ടർഫോളിന്റെ വ്യൂ എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് അപകട മേഖലയാണ്. കാരണം വലിയ കൂറ്റൻ പാറക്കെട്ടുകളും മറ്റും ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അവിടെ അധികം നേരം അങ്ങനെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനും കുഞ്ഞു പിള്ളേരുമായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെയും വലിയ ഒഴുക്കില്ല.
അപ്പൊ ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ കുളിക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യമുണ്ട്, നല്ലൊരു വ്യൂ ആണ്, ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും വരുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഈ വഴി പോകുമ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് മർമല വാട്ടർഫോളിലേക്ക് വരാൻ ശ്രമിക്കുക. പക്ഷെ എനിക്കൊന്ന് വെള്ളം കുറവുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഇതുവഴി നടന്ന് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോവാൻ സാധിക്കും. പല വെറൈറ്റി കളറിലെ ബട്ടർഫ്ലൈ ഉണ്ട് ഇവിടെ, നോക്ക്. ബട്ടർഫ്ലൈ നോക്കി, അതെല്ലാം യെല്ലോ. ബട്ടർഫ്ലൈ നോക്കിയേ, ഫുൾ യെല്ലോ. ജോയിന്റ് വൺ ഡ്രസ്സൊക്കെ ഊരിയിട്ടിട്ട് ആൾക്കാർ കുളിക്കാൻ പോയേക്കുവാണ്. അപ്പൊ അരണ കേറി ബട്ടർഫ്ലൈ പിടിക്കാൻ നോക്കുകയാണ്. ഈ ഇങ്ങോട്ട് വരുന്ന ബട്ടർഫ്ലൈനെ പിടിക്കാൻ പോവാ. അരണെ നോക്കോണേ. ബട്ടർഫ്ലൈ പിടിക്കാൻ പോവാട്ടോ. പൊന്നു പിടിക്കരുത് പൊന്നു. കണ്ടോ, അവൻ ആളാരാ നോക്ക്. ഇരയെ പിടിക്കാനായിട്ട് കാട്ടിനിടയിലൂടെയൊക്കെ. ആരോ പറഞ്ഞു അരണയ്ക്ക് ബുദ്ധി ഇല്ലാന്ന്. അപ്പം ഞങ്ങളിതേ തിരിച്ച് പോകാനായിട്ട് തുടങ്ങുകയാണ്. വരുന്ന വഴിയിൽ ഇതേ ആദ്യം കണ്ടൊരു ഐസ്ക്രീം വണ്ടിയിൽ നിന്ന് 2 ഐസ്ക്രീം വാങ്ങി കഴിച്ചിട്ടാവാം ഇനി ബാക്കി യാത്രയെന്ന് കരുതി. ഈ കാണുന്ന മരം നമ്മുടെ കപ്പ പോലെയുണ്ട്, പക്ഷെ ഇതില് കപ്പ കായ ഉണ്ടാവത്തില്ല, വെറുതെ ഒരു തണൽ മരമായിട്ട്. അപ്പോൾ ഈ ഒരു റോഡ് വന്ന് അവസാനിക്കുന്നത് ഇവിടെയാണ്. അപ്പം ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് വാഗമണിലേക്കാണ്. അവിടെ കൈകഴുകാനുള്ള പൈപ്പുണ്ട്, മലയിൽ നേരിട്ട് വരുന്ന വെള്ളത്തിന്റെ. അപ്പൊ ഇവർ രണ്ടുപേരെ കൈ കഴുകിച്ചിട്ട് കൊണ്ടുവന്നാ പോരെ? മതി മതി. അപ്പോൾ ഇനിയുള്ള വാഗമൺ കാഴ്ചകളുമായിട്ട് അടുത്ത വ്ലോഗിൽ വരുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.